ഈ പെങ്കൊച്ചിന്റെ തലയിൽ മുടിക്ക് പകരം പാമ്പാണുള്ളത്. ഇവളൊരു സർപ്പരാജാവിനും മനുഷ്യശ്രീക്കും ജനിച്ച കുട്ടിയാണ്. ഇവളുടെ ജനനം ഭാഗ്യത്തിന്റെ പ്രതീകമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ആൾക്കാരൊക്കെ ഇവൾ എവിടെയുണ്ട് അവിടെയൊക്കെ ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ആൾക്കാർക്കൊന്നും ഇവള് സർപ്പത്തിനും മനുഷ്യനും ഉണ്ടായിട്ടുള്ള കുട്ടിയാണെന്ന് അറിയില്ല. ആരും ഇത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇവള് തല മറച്ചു വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സർപ്പരാജാവിന് ഗ്രാമത്തിൽ ഒരു വിധവയായ പെണ്ണിനോട് ഇഷ്ടം തോന്നാണ്. ഒരു ദിവസം ഈ പെണ്ണ് ഉറങ്ങുന്ന ടൈമിൽ സർപ്പരാജാവ് ഇവളുടെ കൂടെ വന്ന് കിടക്കും. ഈ പെണ്ണിന് സർപ്പരാജാവിനോട് പ്രേമം തോന്നി തുടങ്ങും. പക്ഷെ ഇവരുടെ പ്രേമം ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഒരിക്കലും മനുഷ്യനും സർപ്പവും ഒന്നും ചേരാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് സർപ്പരാജാവിന്റെ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പോവാണെന്നറിയും. ഇവർ രണ്ടുപേരും ഇതറിഞ്ഞിട്ട് നല്ല ഹാപ്പിയാവും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പെണ്ണിന്റെ മരിച്ചുപോയി എന്ന് വിചാരിച്ച ഭർത്താവ് തിരിച്ചു വരാണ്. ഇവന്റെ ഭാര്യ ഗർഭിണിയായിട്ട് ഇരിക്കണ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇവന്റെ ഭാര്യയുടെ കാമുകിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങണ പോലെ അഭിനയിച്ച് കിടക്കും. അങ്ങനെ ഇവൻ സർപ്പരാജാവിന്റെ ഇവളുടെയും പ്രണയത്തിനെ കുറിച്ച് അറിയും. പിറ്റേ ദിവസം രാത്രി ആരും കാണാണ്ട് ഇവള് സർപ്പരാജാവിനെ കാണാൻ വരും. എന്നിട്ട് ഇനി നമ്മൾ കാണാണ്ട് അവളുടെ ഭർത്താവിന് സംശയം തോന്നി തുടങ്ങി എന്ന് പറയും. പക്ഷേ ഈ ഭർത്താവ് ഇതൊക്കെ ഒളിച്ചു നിന്ന് കേൾക്കണ്ടാവും. സർപ്പരാജാവിനാണെങ്കിൽ ഇവള് പറയണത് ഇഷ്ടാവണില്ല. ഇവളെ പിരിച്ച് ജീവിക്കാൻ സർപ്പരാജാവ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് അവളുടെ ഭർത്താവിനെ കൊല്ലാൻ സർപ്പരാജാവ് തീരുമാനിക്കാണ്. ഇതേ ടൈമിൽ തന്നെ അവളുടെ ഭർത്താവും സർപ്പരാജാവിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവനൊരു വലിയ ആയുധം എടുത്തുകൊണ്ട് സർപ്പരാജാവിന്റെ വീടിന്റെ പുറത്ത് പോയിട്ട് അവനെ വിളിച്ച് പുറത്തിറക്കാൻ നോക്കും. പക്ഷെ സർപ്പരാജാവിന് വെളിച്ചം പേടിയായതുകൊണ്ട് പുറത്തു വരണില്ല. സർപ്പരാജാവിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവൻ അവന്റെ ഭാര്യനെ കൊന്നു നുണ പറയും. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന് സർപ്പരാജാവ് പുറത്തു വരാൻ ടൈമിൽ തന്നെ ഇവന്റെ ആയുധം വെച്ച് സർപ്പരാജാവിനെ കൊല്ലാണ്. ഇവൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് ഒന്നും നടക്കാത്ത പോലെ ഈ സർപ്പരാജാവിനെ സൂപ്പാക്കിയിട്ട് ഭാര്യനെ കൊണ്ട് തന്നെ തീറ്റിപ്പിക്കും. അത് ഈ പെണ്ണും ഇതൊന്നും അറിയാണ്ട് അത് കുടിക്കും. എന്നിട്ട് ഇയാള് ഭാര്യനോട് സംസാരിച്ചിട്ട് ഇവളെയും കൊണ്ടൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. സത്യത്തിൽ ഇയാൾ ഇവളെ കൊല്ലാൻ കൊണ്ടുപോണതാണ്. പക്ഷെ പോണ വഴിക്ക് ഇയാളുടെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് ഇവൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ഇയാൾ അവളെ പിടിച്ചിട്ട് അയാളുടെ ആയുധം വെച്ചിട്ട് വെട്ടി കൊല്ലാൻ തുടങ്ങും. അങ്ങനെ വെട്ടണേന്റെ ഇടയ്ക്ക് അവളുടെ വയറ്റിൽ മൊത്തം സർപ്പരാജാവിന്റെ പാമ്പും കുഞ്ഞുങ്ങളെ കണ്ടിട്ട് ദേഷ്യം വന്ന് ഇവൻ അതിനെല്ലാം വെട്ടിക്കൊല്ലാണ്. പക്ഷെ അതിലൊരെണ്ണം മാത്രം രക്ഷപ്പെട്ടു പോണ കണ്ടിട്ട് ഇവൻ അതിന്റെ പിന്നാലെ കൊല്ലാൻ പോവും. പക്ഷെ അപ്പൊ തന്നെ ഇവൻ കാല് തെറ്റി ഒരു മരക്കൊമ്പ് വയറ്റിൽ കുത്തി തുളച്ച് കയറിയിട്ട് ഇവൻ മരിച്ചു വീഴും. അമ്മയും അച്ഛനും മരിച്ചു വീണിട്ട് ഇവരുടെ മോള് പേടിച്ച് കരഞ്ഞൊരു മരക്കൊമ്പി തട്ടി വീണ് മരിക്കാണ്. അങ്ങനെ ആ ഫാമിലി ഫുള്ള് മരിച്ചു പോവും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ പാമ്പ് കുഞ്ഞു മാത്രം രക്ഷപ്പെടും. ആ കുട്ടിയാണ് ഇപ്പൊ വളർന്നു വലുതായിട്ട് ഒരു മനുഷ്യക്കുട്ടി ആയണത്. ഇവൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഈ ലോകത്ത് അലഞ്ഞു തിരിഞ്ഞ് ഒറ്റയ്ക്ക് നടക്കാണ്.